യൂട്യൂബ് അവരുടെ പോളിസികളിൽ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് നല്ലതാണ്, ചിലത് നമുക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളും. അവരുടെ ഏറ്റവും പുതിയ പോളിസിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് മോണിറ്റൈസേഷനെ കുറിച്ചുള്ളതാണ്. അതായത് നമുക്ക് വരുമാനം ലഭിക്കുന്നത് നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിയുമ്പോഴാണ്. ആ ഒരു പ്രോഗ്രാമിൽ വരുത്തിയ ചേഞ്ചസ് ആണ് പറയുന്നത്. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്ക് 4000 മണിക്കൂർ വാച്ച് അവർ ഉണ്ടാക്കാനും 1000 സബ്സ്ക്രൈബറെ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഏറ്റവും ആദ്യം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളുടെ ചാനലിലൂടെ പറയുന്നത്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും മാത്രം പോരാ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അത് രണ്ടും ഉണ്ടാക്കിയാൽ പോലും നമുക്ക് ചില പോളിസീസ് കൂടെ അറിഞ്ഞിരിക്കുകയും വേണം. അത് നമ്മൾ നമ്മളുടെ ചാനലിൽ പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള 6 പോളിസിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകും. നോട്ട് ചെയ്തു വെക്കുക. ഇതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ചെറുതും വലുതുമായിട്ടുള്ള 6 എണ്ണമാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് പോകാം യൂട്യൂബിന്റെ പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക്. അതിന്റെ ഓവർവ്യൂ ആൻഡ് എലിജിബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല, പകരം ആ പോളിസി മാത്രമാണ് പറയുന്നത്. വാട്ട് യു നീഡ് ടു ജോയിൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് പറയുന്നത്. ഫോളോ ദ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ പോളിസീസ്. താഴെ പറയുന്ന പോളിസികൾ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. കുറെ അധികം പോളിസീസ് ഉണ്ട്. ആ പോളിസികൾ എല്ലാം നിങ്ങളുടെ ചാനലിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടൂ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലിവ് ഇൻ എ കൺട്രി റീജിയൻ വേർ ദ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ഈസ് അവൈലബിൾ. അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, കാരണം നമ്മൾ ഇന്ത്യയിലാണ്. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആണ്. അത് ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെയുള്ളവർക്ക് അത് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, have no active community guideline strikes on your channel. നിങ്ങളുടെ ചാനൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. എങ്ങനെ സ്ട്രൈക്ക് വരുന്നു, എങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുന്നു, എങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു, അതൊക്കെ മുമ്പോട്ട് നമ്മൾ പറയുന്നതാണ്. അത്തരത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാൻ പാടില്ല. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്റിലൂടെ, നമ്മളുടെ വീഡിയോയിലൂടെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തോ പറഞ്ഞോ അവരെ ബുദ്ധിമുട്ടിലാക്കിയാൽ, അവർ റിപ്പോർട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രശ്നമാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ പോയിന്റ് ആണ്, മേക്ക് ഷുവർ 2-step വെരിഫിക്കേഷൻ ഈസ് ടേൺഡ് ഓൺ ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട്. നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വലിയ മഹാസംഭവമാണ്. അതിലൂടെയാണ് ഏതാണ്ടൊക്കെ എല്ലാവരും ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ നേടുന്നത്. അപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ടിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇനി അഥവാ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കൈക്കലാക്കാൻ ഒട്ടനവധി ആളുകൾ ഹാക്കർമാരായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മളുടെ ആഡ്സൻസും എനേബിൾ ചെയ്ത് നമുക്ക് മോണിറ്റൈസേഷൻ പോളിസി ഒക്കെ എനേബിൾ ചെയ്ത് വരുമ്പോൾ അവർ വന്ന് റാഞ്ചിക്കൊണ്ടുപോകും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി 2-step വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ അക്കൗണ്ടിൽ, അതായത് ജിമെയിലാണ്. അത് എനേബിൾ ചെയ്യണം. നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൽ കയറിയിട്ട് 2-step വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കാണും. അക്കൗണ്ട് സെക്ഷനിൽ പോകണം, സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ കാണും. അത് എനേബിൾ ചെയ്താൽ മാത്രം മതിയാകും. അതിന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് കയറുന്നതെങ്കിലും, അതായത് നമ്മൾ ലാപ്ടോപ്പിലാണെങ്കിലും, നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിലും, നമ്മൾ മൊബൈലിലാണെങ്കിലും, എവിടെ കയറിയാലും നമ്മളുടെ ഫോൺ നമ്പറുമായിട്ട് കണക്ട് ആയിട്ട് അതിലൊരു OTP വരും. ആ OTP നമ്മൾ ഇട്ട് കൊടുക്കുകയോ അല്ലാതെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഈ 2-step വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് പോലും ആക്സസ് ചെയ്യാൻ കഴിയുകയില്ല. അടുത്ത 5ാമത്തെ പോയിന്റ്, ഹാവ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആക്സസ് ഓൺ യൂട്യൂബ്. ഇതിനകത്ത് നമ്മളുടെ അഡ്വാൻസ് ഫീച്ചർ ആക്സസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് പോകേണ്ടത് നമ്മളുടെ സെറ്റിംഗ്സിലേക്കാണ്. അതായത് നമ്മളുടെ ചാനൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു സെറ്റിംഗ്സ് കാണിക്കും. ആ സെറ്റിംഗ്സിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചാനൽ എന്നൊരു കാറ്റഗറി ഉണ്ട്. ആ ചാനൽ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ്സ് കിട്ടും. ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റി ഉണ്ട്. ആ ഫീച്ചർ എലിജിബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റിയിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനേബിൾഡ് ആണ്, ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എനേബിൾഡ് ആണ്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനേബിൾഡ് ആണ്. ഇത് മൂന്നും എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മോണറ്റൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓരോ സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ തനിയെ എനേബിൾഡ് ആകുന്നതുമുണ്ട്, അല്ലാതെ എനേബിൾ ആകുന്നതുമുണ്ട്. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് വന്നു കഴിയുമ്പോൾ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിപ്പിക്കുന്നതാണ്. പിന്നെ 6ാമത്തെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആക്റ്റീവ് ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ പണം വരുന്നത് ആഡ്സെൻസ് അക്കൗണ്ടിലൂടെയാണ്. അപ്പോൾ ആ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനൽ ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ചാനലിൽ വരുന്ന വ്യൂവിൽ നിന്ന്, അതിൽ അഡ്വർടൈസേഴ്സ് മുടക്കുന്ന പണത്തിൽ നിന്ന് 1% നിങ്ങൾക്കും ലഭിക്കുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചില ഓപ്ഷൻസ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ആഡ്സെൻസ് എടുക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോളിസിയെ കുറിച്ച് ചോദിക്കും, മോണിറ്റൈസേഷനെ കുറിച്ച് ചോദിക്കും. അവിടെ നമ്മൾ ഞാൻ എപ്പോഴാണോ എലിജിബിൾ ആകുന്നത് അപ്പോൾ എന്നെ അറിയിക്കണം എന്ന് പറയാൻ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോൾ, നമുക്ക് 4000 വാച്ച് അവേഴ്സ് തികയുമ്പോൾ ഇവർ തന്നെ ഇമെയിൽ അയക്കും. ഇമെയിൽ അയച്ചിട്ട് പറയും, Now you are eligible for monetization. You just go ahead. അപ്പോൾ അവിടെ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യിക്കാവുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പോയിന്റുകൾ ഇല്ലെങ്കിൽ ഈ പോളിസികൾ, അപ്ഡേറ്റ് ചെയ്ത പോളിസികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.